ഹായ്, എന്താ പാട്? സുഖല്ലേ? നാട്ടിലിപ്പോൾ കുറേ കായ്കളുണ്ട്. അതിൽ 1 മുരിങ്ങാക്കായ്, 2 ഏലക്കായ്, ഇപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ട്രെൻഡിങ് ആയിട്ട് വേറൊരു ഇക്കായും കൂടി ഉണ്ട്. എന്താ മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലാകാത്തൊലിക്ക് ഞാൻ പറ. ഒരുത്തിയെ കഷ്ടപ്പെട്ട് അവരുടെ വീട്ടുകാർ കെട്ടിച്ചു വിടുന്നു. അങ്ങനെ വീട്ടുകാർ കെട്ടിച്ചു വിട്ടിട്ട് എന്ത് ചെയ്തു? ഇവള് പോയി 1 വർഷം ആകണീൻ്റെ മുമ്പ് തന്നെ അവള് വയറ്റിലൊക്കെ ആയി ആ ബന്ധം വേണ്ടാന്ന് വെച്ച് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു. എന്നതിന് ശേഷം അവൾ പറഞ്ഞ റീസണ് ആ കായും ശരിയല്ല, അവരുടെ വീട്ടുകാരും ശരിയല്ല, സ്ഥിരം മദ്യപാനത്തിന് കാരണം എന്താണ്? ആ ഇക്കായുടെ വീട്ടുകാർ തന്നെയാണ്. അതുകൊണ്ട് എനിക്കവിടെ നിൽക്കാൻ കഴിയൂല. കാരണം ഞാനൊരു ചെറിയ പെണ്ണല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ നമ്മൾ എന്ത് വിശ്വസിച്ചാൽ നിൽക്കുക? അൽഹംദുലില്ലാ സുഖമാണ്. വരുമ്പോഴും പോകുമ്പോഴും ഇടക്കും മറ്റെന്താ പറയുക, ചുക്കിന് കുരുമുളക് എന്ന് പറഞ്ഞ മാതിരി ഇടക്കിടക്ക് സലാമും അൽഹംദുലില്ലയും മാഷാല്ലയും ഇതിന്റെ കൂടെ മസ്റ്റാണ്. അതിങ്ങനെ എന്താ പറയുക, ചേരുവകൾ ചേർക്കണ മാതിരി ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ ആളെ പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ, അങ്ങനെ രണ്ടാമത്തതും കെട്ടിച്ചു. അതിലും ഉണ്ടായി മറ്റേ ഒരു കുട്ടി. അതും ആ കായുടെ ആളുകളുടെയും കുഴപ്പം കാരണം ഇവൾക്ക് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. അങ്ങനെ മൂന്നാമത് എന്ത് ചെയ്തു? ഇവളുടെ ഇഷ്ടത്തിനൊന്ന് തെരഞ്ഞെടുത്തു. വേറൊരുത്തനായിട്ട് സ്നേഹിച്ചു. അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് എന്ത് ചെയ്തു? കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ അവന്റെ കൂടെ പോയി. അപ്പോൾ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും പറഞ്ഞു, ആ ഇക്കായി വളരെ മോശമാണ്, ഗുണ്ടയാണ്, റൗഡിയാണ്, അതുകൊണ്ട് നീ ഇതിന് നിൽക്കല്ലേന്ന്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഉറച്ചു നിന്നു. എനിക്കെന്റെ ഇക്കായ മതി, എന്റെ മക്കളെയും എന്നെയും പൊന്നു പോലെ നോക്കാൻ ഈ ഇക്കായക്ക് കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് 37 പോയതാ, സ്വന്തം തള്ളനെയും തന്തനെയും കൂടിയും വെറുപ്പിച്ചിട്ട്. അങ്ങനെ ഒരാഴ്ച ഈ ഇക്കായും ഇവളും പാടെ ലൈവ് വീഡിയോ ഭയങ്കര എന്താന്നാ പറയാ, ഇത്ര സുഖമുള്ള ദുനിയാവിൽ വേറെ ആരും ഉണ്ടാവില്ല. അജാതി ലൈവും ഡാൻസും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ 5-6 മാസമായിട്ട് ഈ പുതിയ ഇക്കായം വെച്ചിട്ടുള്ള വീഡിയോസാണ്. രാവിലെ വരും, ഇക്കായി എന്താന്നറിയില്ല, മൂഡ് ഓഫാണ്, ഇക്കായിക്ക് എന്താ പറ്റിയെന്നറിയില്ല, എൻ്റെ ഇക്കായി പാവാണ്. കാരണം എന്താ അറിയോ, എൻ്റെ ഇക്കായി മദ്യപിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇക്കായുടെ ആദ്യത്തെ ഭാര്യയും ഇക്കായുടെ വീട്ടുകാരും തന്നെയാണ്. ആ ഇക്കായ ഞാൻ പൊന്നു പോലെ ഇപ്പം നോക്കുന്നുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാ സുഖാണ്. പിന്നെ ഒരു 3-4 കുട്ടികളുണ്ട്, അവരുടെ ഒന്നും പേരിച്ചറിയില്ല. ഈ കുട്ടികളി മറ്റേ ഓരോ ആളുകളുടെയൊക്കെ പേര് പറയുന്നുണ്ട്. നമ്മൾക്ക് ഇത് മുഴുവൻ മണപ്പാടാണെന്നാ. അത്രയ്ക്ക് പരിചയമുള്ള മാതിരിയാണ് ഈ 1 വയസ്സായ കുട്ടിയുടെ പേര് വരെ പറഞ്ഞിട്ട് നമ്മളോട് കഥ പറയാതിരിക്കണ കേട്ടാല്. ഇതിന്റെ ട്വിസ്റ്റ് അതൊന്നും അല്ല. ഈ ചങ്ങായി ഒരു ദിവസം തന്നെ 3 നോക്ക് തെറ്റിപ്പോവും. ആ 3 നോക്ക് വീഡിയോ ഇടും. ഇക്കാ പോയി, ഇക്കായെ കുറിച്ച് ഇനി ആരും ഒന്നും ചോദിക്കണ്ട, ഇക്കായ്ക്ക് അങ്ങനെ പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയൂല, ഇക്കായ എന്തായാലും പോയി എന്ന് പറഞ്ഞിട്ട് 4 മണിയാകുമ്പോഴത്തേന് എൻ്റെ ഇക്കായ പറഞ്ഞ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, എൻ്റെ ഇക്കായക്ക് എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്, എൻ്റെ ഇക്കായ്ക്ക് പോകാൻ കഴിയൂലെന്ന്. രാത്രി വേറൊരു വീഡിയോ. ഇത് തന്നെ പണി 37. നിങ്ങൾക്ക് മനസ്സിലായിക്കണോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ ഇക്കായിൽ ഇപ്പോൾ ആൾക്ക് വിശേഷമൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടിരുന്നു. എന്തായിരുന്നു ആ വീഡിയോ എന്നല്ലേ? ഇതാ കണ്ടോ. കണ്ടില്ലേ? ഇത് വയറ്റിലായിന്റെ സെലിബ്രേഷൻ നടക്കുക, അതിന്റെ ഭാഗമുള്ള ഡാൻസാണ്, പള്ളം ഒഴിഞ്ഞിട്ടുള്ളതൊക്കെ. അതെന്തോ ആവട്ടെ. പക്ഷെ എന്നാൽ ഇതുമ്പോ തീരൂല. ഇന്നലെ രാത്രി വീണ്ടും ഒരു വീഡിയോ. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോക്കി. സലാം കേട്ടോ. ഓക്കെ, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അങ്ങനെ പോണുണ്ട്. പിന്നെ വേറെന്താണ്, മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ചുമ കുറവില്ല, മക്കൾക്ക് 3 പേർക്കും ചുമ കുറവില്ല. നമ്മളെ ഈ വീടും മരങ്ങളെല്ലാം മുറിച്ചിട്ടാണ് വീട് വെച്ചത്. അപ്പൊ ഈ രാത്രി കിടക്കുമ്പോ കുട്ടികളും വിയർത്തങ്ങ് ഒഴിവൊക്കെ 2 ഫാൻ ഇട്ടിട്ടും ഒരു രക്ഷയില്ല. ഈ അതിന്റെ ഒരു ചുമയുടെ ഒരു ഇതുണ്ട്. പിന്നെ അത് മാത്രമല്ല, കളിക്കുന്ന പരുവല്ലേ, ഓടി വിയർക്കുക, പോയി കിടക്കുന്ന ഉറങ്ങുക, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു കണ്ടീഷനാണ്. പിന്നെ ഇന്നലത്തെ വീഡിയോസ് ഒരുപാട് കമന്റുകൾ കണ്ടു, നല്ല കമന്റും ചീത്ത കമന്റും ഒക്കെ കണ്ടു. അതൊന്നും കമന്റൊന്നും അല്ല എന്റെ ജീവിതം. അപ്പൊ അതൊന്നും ഞാൻ തവക്കൽത്തു അലല്ലാ, അള്ളാഹുവിന്റെ പക്കലാണ് കൊടുത്തിരിക്കുന്നത്. അവസാനത്തെ വഴി അത്. 4 മക്കളെ തന്ന്
മുന്നേയുള്ള കാര്യമാണ് അറിയണം. അതായത് ഒരാളെ എനിക്ക് അള്ളാഹു തിരിച്ചെടുത്ത് ഒരു കുഞ്ഞിന് വേണ്ടി കൊതിച്ചു. അള്ളാഹു എനിക്കിപ്പോൾ 3 കുഞ്ഞുങ്ങളെ തന്നു. ആണിനും പെണ്ണിനും തന്നു. അൽഹംദുലില്ലാ. പിന്നെ നജില ഷാൻ, ഇനി നീ ഒരു വിവാഹം ചെയ്യുമോ എന്നൊക്കെ എന്തൊക്കെയോ കമന്റ്, അതിനൊക്കെ ഞാൻ മറുപടി പറയാം. ഇനി ഒരു വിവാഹവും പറ്റൂല, ഇനി ഒരു ജീവിതവും ഇല്ല, ഇനി ഒന്നുമില്ല. നജില ഷാൻ തന്നെയാണ്. ഈ നജില ഷാൻ ഇനി ഒരു വിവാഹം കഴിക്കുമോ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഭർത്താവ് വല്ല ആക്സിഡന്റിലോ അല്ലെങ്കിൽ വല്ല അറ്റാക്ക് വന്നോ മരിച്ചിട്ടിരിക്കാന്ന് വിചാരിക്കും. നിലവിലിപ്പോ 3 കഴിഞ്ഞിരിക്കും. അതിലിപ്പോ 3-4 കുട്ടികളും ഉണ്ട്. എന്നിട്ട് പുതിയൊരു ഇക്കായ വന്ന കഥയാണ് ഇപ്പൊ ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളോട് പറഞ്ഞത്. ഇപ്പോ ഇതിന്റെ മറ്റേ ടൈറ്റിൽ എന്താ അറിയോ? ഡിവേഴ്സ്. ഏത് ഇപ്പൊ ഇന്നലത്തെ വീഡിയോ ഉണ്ട്. അപ്പൊ എന്തായി? ഈ 4ാമത്തതും പോയി എന്നാണ് അർത്ഥം. പക്ഷെ മിഞ്ഞാന്നോള് നിറവയറോടുകൂടെ ഡാൻസൊക്കെ കളിച്ചിരുന്നു. ഇന്നിപ്പോ നേരം വെളുത്തപ്പോ ഡിവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ മറ്റേ ഒരു വീഡിയോ. അപ്പൊ അതിന്റെ ഭാഗമാണ് കുട്ടികൾക്ക് ചുമയുണ്ട്, മരങ്ങൾ കാറ്റിലാടുന്നുണ്ട്, ഈ 3 ഫാൻ ഇട്ടിട്ടും ചൂടിനൊരു കുറവുമില്ല. ഇതൊക്കെ ഈ ഡിവേഴ്സ് എന്ന് എഴുതിയിട്ട് അതിന്റെ ബാക്കിയുള്ള കഥകളാണ്. അപ്പൊ അതിന്റെ അടിയിൽ പിന്നെ ഓള് പറഞ്ഞ നിരവധി ആളുകൾ ചോദിക്കുന്നുണ്ട് ഇനിയൊരു വിവാഹം ഉണ്ടോന്ന്. അപ്പൊ ഇനിയൊരു വിവാഹം ഉണ്ടോന്ന് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾ വിചാരിക്കും ഒന്ന് കഴിഞ്ഞ് 2ാമത്തേക്ക് കടക്കാനുള്ള വല്ല പരിപാടി ഉണ്ടോന്ന്. ഇതിപ്പോ വിരലിലെണ്ണാവുന്നതും കഴിഞ്ഞിരിക്കണു. ഇനി എന്താ അവള് പറയണ നോക്കാം. നല്ലപോലെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാള് മദ്യപാനമൊക്കെ ഒഴിവാക്കി മാറി നിന്നപ്പം പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ആയി പോയി എന്ന് ചോദിച്ചാൽ ഒരു ഫാമിലി പ്രശ്നങ്ങളും ഇല്ല. തവക്കൽത്തു അലല്ലാഹ്. നല്ലൊരു മാസം എന്താണ്, ഒരുപാട് കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. മനുഷ്യനാണ് നമ്മള്. ഒരു ആളിനെ കുറ്റപ്പെടുത്തി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം, പക്ഷെ അയാളെ നന്മ പറയാൻ നമ്മളെ നാവ് ചിലപ്പം വഴങ്ങില്ല. അതുകൊണ്ട് എനിക്കൊരുപാട് തിന്മകളുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എന്റെ നന്മ കാണില്ല, തിന്മ മാത്രമേ കാണൂ. അതൊക്കെ പോട്ടെ, അവിടെ ഇരിക്കട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ എനിക്ക് ഈ കുഞ്ഞിന് ഒരുപാട് കമന്റ് വന്നു. എന്തായാലും ഞാൻ 20ാം തീയതി ഹോസ്പിറ്റലിൽ പോണ ദിവസമാണ്. അള്ളാഹു ഹൈറാക്കി തരുവാണെങ്കിൽ അതേപോലെ, അള്ളാഹു എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ. എൻ്റെ മനസ്സ് ഇപ്പോഴും വെള്ളക്കടലാസ് പോലെയാണ്. ഞാൻ എന്ത് ചെയ്യും? എല്ലാവരെയും ഉപേക്ഷിച്ചു, ഇക്കാരെ കൂടെ ജീവിച്ചു, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആയി. നിന്റെ എനിക്ക് കാറ് കൊണ്ടുപോയാലോ അല്ലെങ്കിൽ ഞാൻ കാർ എടുത്ത് കൊടുത്തേലോ എനിക്ക് ഒരു സങ്കടവും ഇല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഷാൻ ഇനി ഒരു പെണ്ണിനെ നോക്കില്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം എന്നെ അത്രയ്ക്ക് സംഭവം 20ാം തീയതി ഹോസ്പിറ്റലിൽ പോവുക. ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ ആ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു, വിശേഷമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഈ സ്റ്റെപ്പ് തീർന്നപ്പോഴത്തേനും ഇറങ്ങി പോയിക്കണു. പിന്നാലെ ഇവളൊരു വാങ്ങിക്കൊടുത്തൊരു കാറും കൊണ്ടും ആണ് പോയിക്കണത്. പിന്നെ ഓള് പറയാ ആരുമില്ല എനിക്ക്, അല്ലാഹു തവക്കൽത്തു അലല്ലാ, അസ്സലാമു അലൈക്കും ഇൻഷാ അല്ലാ, യാ അല്ലാ. ഇങ്ങനെ കുറച്ച് അള്ളാനെ ഓളിങ്ങോട്ട് കൂട്ടുപിടിക്കും. ഇന്ന് അവള് ചെയ്യണ കാര്യങ്ങളോ ഇവളെ തന്റെയും തള്ളയും കാല് പിടിച്ച് പറഞ്ഞതാ. ഇന്നൊരു സ്റ്റേഷനിലടക്കം പോയിട്ട് പറഞ്ഞു. ഈ മറ്റേ സ്റ്റേഷനിലെ SIയുടെ മുമ്പിൽ മധ്യസ്ഥം നടക്കുന്ന സമയത്ത് ജി ഞങ്ങളെ പിന്നാലെ പോരെ, നീ ഈ കുഞ്ഞും മക്കളെയും വെച്ചിട്ട് എന്താന്ന് പോലും അറിയാത്ത ഈ ചെങ്ങായിയുടെ പിന്നാലെ പോണ്ട, എന്തിനാ ഇവരുടെ ജീവിതം കൂടി ജി ഇങ്ങനെ ഇതാക്കണു പറഞ്ഞു. എനിക്കെന്റെ ഇക്കായല്ലാണ്ട് വേറെ ആരെയും പറ്റില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോന്ന്. ആ ഓളാണ് ഇപ്പൊ പറയുന്നത് തവക്കൽത്തു അലല്ലാന്ന്. അത് അവസാനത്തെ വജ്ജ. ഇതുകൊണ്ടൊക്കെ തന്നെ പറയണേ തന്തനെയും തള്ളനെയും അനുസരിക്കാതെ തവക്കൽത്തു അലല്ലാ എന്ന് പറഞ്ഞാൽ അതിനുള്ള ഊട്ടുക്കൊന്നുമില്ല. മോനും നടന്ന കല്യാണ രീതി എങ്ങനെയാണ് അതിനെ കുറിച്ചൊന്നേ ഞാൻ അങ്ങോട്ട് വിശദമാക്കി പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഈ 3 നേരം മറ്റേന്താണ് ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചണ മാതിരി 3 നേരം വീഡിയോ ഇടും. 3 വീഡിയോയിലും ഒരു സംബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. രാവിലെ വന്നു, ഉച്ചക്ക് പോയി, വൈകുന്നേരം തല്ലി, ഇങ്ങനത്തെ പല കഥകളാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഇതിൽ ഏതാണ് സത്യം? 3 or 4 കെട്ടിക്കോ, അതിനൊന്നും അല്ല ഇവിടെ പ്രശ്നം. പക്ഷെ എന്നാലും ഒരു മാന്യതയോട് ജീവിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ഈ ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതാണ് ഏറ്റവും വലുതെന്നും പറഞ്ഞിട്ട് ഇതിലിങ്ങനെ കൊടുന്ന് ഇതാക്കുക. അവനാന്റെ വീട്ടിലെ ചുമരിന്റെ ഉള്ളിൽ നടക്കേണ്ട അറിയേണ്ട കാര്യങ്ങളുണ്ടല്ലോ, ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്രയും എന്താ പറയാ ഒരു നാണവമാനം അല്ലാണ്ട് പറയുന്ന നിന്നെ പോലുള്ളവരൊക്കെ
ഇതുപോലെ അല്ലാതെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. ഇനി അറിയുന്നവർ വല്ലവരും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യേ. എന്തായാലും ഉള്ള ബാക്കി കഥയും കൂടി ഒന്ന് കേൾക്കാം നമുക്ക്. ഇതാ കേട്ടോ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ എന്നെ അത്രയ്ക്ക് ജീവനാണ്. പക്ഷേ ഈ മദ്യം ഒരുപാട് കുടുംബജീവിതങ്ങളെ തകർക്കുന്നത് മദ്യമാണ്. നമ്മൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളില്ല. കുട്ടികൾക്ക് എന്താണെങ്കിലും മേടിച്ചു കൊടുക്കുകയും കുട്ടികൾ പാപ്പാന്ന് കൊതി എന്തിനാണ് വിളിച്ച് കൊതി തീർന്നില്ല. വേറൊരു കാര്യം കൂടെ ഞാൻ അടുത്ത് പറഞ്ഞുതരാം. ഈ കുഞ്ഞ് പ്രഗ്നന്റ് ആയ സമയത്ത് നമ്മൾ ആദ്യമൊന്നും അറിയില്ലല്ലോ നമുക്കിങ്ങനെയാണ്. നമ്മൾ ഉറപ്പിച്ചിട്ടില്ലായിരുന്നല്ലോ. ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി നമ്മളിങ്ങനെ ഗുളിക കഴിച്ചപ്പോൾ സ്കാനിങ്ങിന് കുഴപ്പമൊന്നും ഇല്ല, ഉണ്ടാവില്ല. നമ്മൾ കടുവ പള്ളിയിലൊക്കെ പോയി. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ജനിക്കുന്ന ആൺകുഞ്ഞാണെങ്കിൽ സുൽത്താൻ മുഹമ്മദ് ഷാൻ എന്നിടണോ, എനിക്ക് ജനിക്കുന്ന പെൺകുഞ്ഞാണെങ്കിൽ സുൽത്താന ഷാൻ എന്നിടണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് എനിക്ക് ജനിക്കുന്ന ആൺകുഞ്ഞാണ് എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ ഒരാൺകുഞ്ഞിനെ കൊടുത്തിട്ട് എടുക്കാൻ പറ്റിയില്ല, ഒന്നും പറ്റിയില്ലല്ലോ. കുഞ്ഞുങ്ങളൊക്കെ എന്ന് വെച്ചാൽ 7 വീരാണ്. അപ്പോഴ് അള്ളാഹു എന്താണ് വെച്ചിരിക്കുന്നത് അതുപോലെ വരട്ടെ. മനുഷ്യനാണ്, തെറ്റുകളൊക്കെ സംഭവിക്കാം. ചിലപ്പോൾ തെറ്റിലൂടെയാണ് ഒരുപാട് പേരും മദ്യപിച്ചിട്ടുള്ള ലൈഫുകളിൽ നിന്ന് നന്മയായി വന്നവരുണ്ട്. ക്ഷമിക്കുക, സഹിക്കുക. ഇപ്പൊ പള്ളിയിലെ ബാറിലാ നിക്കണ്. നേരത്തെ പറഞ്ഞതാ ഞാൻ പള്ളിയിൽ പോയി, അവിടെ പോയി എന്തൊക്കെ പേരിടണമെന്ന്. പിന്നെ അത് അങ്ങനെയാണ് തിരിഞ്ഞിട്ട് പറഞ്ഞു മനുഷ്യരാണ്, തെറ്റ് പറ്റും, ക്ഷമിക്കുക എന്നൊക്കെ. സത്യത്തിൽ ഇജ്ജ ഓനാ മദ്യപിക്കണ്. ഇജ്ജെന്തിനാ അതിന് ക്ഷമ ചോദിക്കണു? അന്നാ ഞങ്ങളാരെങ്കിലും പിടിച്ച് കെട്ടിച്ചതാ? ഏതാ ഈ പെമ്പറന്നോള്? എന്താ ഇതിപ്പോ എങ്ങനെ ഇപ്പൊ ഒന്ന് നിർത്തുക? അതല്ലാതെ വേറൊരു വഴിയില്ല. ഇതിനകത്തൊരു സൊല്യൂഷൻ അള്ളാഹു കണ്ടെത്തി തരും, ഉറപ്പാണ്. ക്ഷമ പാലിക്കുക. പിന്നെ കുറ്റപ്പെടുത്തുന്നവരടുത്തും റിയാക്ഷൻ ചെയ്യുന്നവരടുത്തും ബാക്കി കാര്യങ്ങളടുത്ത് പറഞ്ഞെടുത്തും ഷാൻ ഒരിക്കലും എന്നെ വിട്ട് പോയിട്ടില്ല. ഞാനാണ് അകറ്റി നിർത്തിയിരിക്കുന്നത്. എന്നെ വിട്ട് പോയിട്ടില്ല. ഇന്നും കൂടെ ഓളെ വിട്ട് പോയിട്ടില്ല. എന്നിട്ടായിരുന്നു പറയണേ ബാപ്പാന്ന് വിളിച്ചിട്ട് കൊതിയൊന്നും തീർന്നിട്ടില്ല. എന്തായാലും പടച്ചോന്റെ വിധി ആയിരിക്കും ഇത്. 4ാമത്തെ കെട്ടിയവരും പോയി. എന്നിട്ട് ഓള് പറയാണ് ഷാൻ എന്നെ അകറ്റിയിട്ടില്ല, ഞാനാണ് ഷാനിനെ അകറ്റിയെന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവളീ കണ്ടതിന് വേണ്ടിട്ട് ചങ്ങായി നാട്ടി പറഞ്ഞൊക്കെ ഒന്നുണ്ട്. എന്നാ ബാക്കി പറ. എന്നെ വിട്ട് പോയിട്ടില്ല. ഞാനൊരു കാര്യം ഷാന്റെ അടുത്ത് ചോദിക്കുകയാണ്. ഇത്രയും നശിച്ച് നാരായണക്കല്ലിൽ നിന്ന് ഞാനൊരു വ്യക്തിത്വം ഒരു വ്യക്തിയാക്കി മാറ്റിയെടുത്ത് കേസുകളും പ്രശ്നങ്ങളും ഒന്നും. ഇപ്പൊ പറഞ്ഞില്ലേ ഷാനിനോടാ ചോദിക്കണത്? ഏത് ഷാനിനോട് ചോദിക്കുകയാണുള്ളത്. ഇനി ഇപ്പൊ ഇവളി സംസാരിച്ചിരിക്കുന്ന വീഡിയോ അല്ലേ, അതിന്റെ തൊട്ട് മുമ്പ് എന്താ അവള് പറഞ്ഞെന്ന് കേൾക്കണം. ഏത് ഷാനി ഇന്നെ വിളിക്കുന്നുണ്ട്, ഇന്ന് രാവിലെ കൂടി വിളിച്ചിട്ടുള്ളൂ എന്നുള്ളത് ഓളെന്നെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് കേൾക്കാം. ഷാൻ ഒരിക്കലും എന്നെ വിട്ട് പോയിട്ടില്ല, ഞാനാണ് അകറ്റി നിർത്തിയിരിക്കുന്നത്. നോട്ട് ദ പോയിന്റ്. എന്നെ വിട്ട് പോയിട്ടില്ല. ഇന്നും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഇന്നും കൂടി വിളിച്ചിട്ട് ആ വിളിച്ച ഷാനിനോട് അവൾക്ക് പറയാൻ നേരല്ല. ഓളെന്ത് ചെയ്തു, അതൊരു കോണ്ടന്റ് ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് എന്താ ഷാനിനോട് പറയാനേ. അതാണ് ഇപ്പോൾ പറയുന്നത്. ചോദിക്കാണ്. ഇത്രയും നശിച്ച് നാരായണക്കല്ലിൽ നിന്ന് ഞാനൊരു വ്യക്തിത്വം ഒരു വ്യക്തിയാക്കി മാറ്റിയെടുത്ത് കേസുകളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ അൽഹംദുലില്ലാ ഹൈറായ രീതിയിലെടുത്ത്. എന്തിന്റെ കുറവായിരുന്നു? മദ്യമാ കുടിച്ച് നയിക്കുന്ന തലച്ചോറിനെ നശിപ്പിക്കുന്ന സമയമല്ല. പിന്നെ ഈ ഇക്കായെ സംബന്ധിച്ചിടത്തോളം കുടിച്ചാൽ ക്രിമിനലിസമാണ്. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ കുടിക്കാൻ ഞാൻ സമ്മതിക്കാറില്ല. ഞാൻ എപ്പോഴും സ്നേഹത്തിലും കരുതലിലുമാണ് നടക്കുന്നത്. അതെ, അത് ശരിയാട്ടോള് പറയുന്നത്. കാരണം എന്താ അറിയോ, ഇവളെ സ്നേഹം കാരണം ഇതിന്റെ മുന്നേ 3 മാപ്പിളാരും കുടിയും തുടങ്ങി ഇവളെ ഒഴിവാക്കും ചെയ്തു. എന്നിട്ട് ഇപ്പൊ 4ാമത് കെട്ടിയതാ. ഓനെയാണ് സ്നേഹിച്ചു ഇവള്. അതുകൊണ്ട് എന്തായി, ഓനെയാണ് കുടി തുടങ്ങി. ഇനി എനിക്ക് എന്നോട് പറയാനുള്ളത്, അള്ളാനെ വിചാരിച്ചിട്ട് ഇനി ആരും ഇത് സ്നേഹിക്കരുത്. കുടിച്ചാത്തവരും കൂടി കുടിച്ചോളൂ കേട്ടോ. ഈ വീഡിയോക്ക് ഒരു അവസാനം ഉണ്ടാവൂല. അതുകൊണ്ട് ഇതിങ്ങനെ നീണ്ടു പോവും. ഷാനിനോട് പറയേണ്ട കാര്യം ഷാൻ ഇന്ന് വിളിച്ചിട്ട് പോലും പറയാതെ ഓളിപ്പ വീഡിയോ ഇട്ടിട്ട് പറയാണ് എന്തിന്റെ കുറവായിരുന്നു, എങ്ങനത്തെ കുറവായിരുന്നു, ഞാനൊന്ന് ചോദിക്കട്ടെ. ശരി എന്നാ ഞാൻ പിന്നെ വരാം.